നമ്മളങ്ങനെ ഇപ്പം ക്രഷ് ചെയ്യാനൊരുങ്ങണം. നമ്മളിപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. ചിക്കനിൽ നമ്മുടെ ഈ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു ഫുൾ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിടെ ഈ കുരുമുളക് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് എടുത്തു. നമുക്കത് അത്ര എരിവ് ആവശ്യമുള്ളതുകൊണ്ടാണ് അത്ര എടുത്തത്. ശരിക്കും ഇവിടുത്തെ റാപ്പ് കഴിക്കുമ്പം അത്ര എരിവ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അതേ എരിവ് ഇല്ലെന്ന് വേണം പറയാൻ. അങ്ങനെ എരിവേ നമുക്ക് തോന്നാറില്ല. ഇവിടെ ഇവർ അങ്ങനെ അധികം എരിവ് ഉപയോഗിക്കാത്ത ഒരു ഇതാണല്ലോ. അവർക്ക് സ്പൈസ് ഇച്ചിരി പേടിയാണ്. അതാണ് നമ്മളങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ വെക്കുകയാണ് ഇപ്പം. കാരണം നന്നായിട്ട് പിടിക്കണമല്ലോ, ചിക്കനല്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തെ നമുക്കിപ്പോൾ സമയമുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികം സമയമില്ല. 10 മിനിറ്റ് നേരത്തേക്ക് ഞാൻ വെച്ചു. അങ്ങനെ നമ്മളിതിന് വേണ്ട ക്യാപ്സിക്കം റെഡിയാക്കുവാണ്. തോളം മതി, നമുക്കധികം അതിൻ്റെ ആവശ്യമില്ല. ഇവരുടെ ചിക്കൻ റാപ്പിൽ നമുക്ക് ശരിക്കും കിട്ടുമ്പം ഈ ഒരു വലിപ്പത്തിലൊക്കെയാണ് ശരിക്കും ക്യാപ്സിക്കം കിടക്കുന്നത്. ക്യാപ്സിക്കം റെഡിയാക്കി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇത് നമ്മുടെ സലാഡ് ലീഫ്, നമുക്കിടെ ട്യൂസാണ് അടുത്ത് ചേർക്കുന്നത്. ഇത് വളരെ ഗുണമുള്ളൊരു ഇലയാണ്. ശരിക്കും ഇവിടെ കുക്ക് ചെയ്യാതാണ് ഇവർ കഴിക്കുന്നത്. നമുക്കിപ്പോൾ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട്, കുഞ്ഞിനൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ആകും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത് പറ്റത്തില്ലല്ലോ. സവോള കട്ട് ചെയ്യുകയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇവിടുത്തെ റാപ്പിൽ നമ്മൾ സവോള അധികം കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ സവോളയും കൂടി ഇട്ട് റെഡിയാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. ഇതിപ്പോൾ പല പ്രാവശ്യം നമ്മളിവിടെ റാപ്പ് പരീക്ഷിച്ചതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ഒരു വേ ആണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇത്രയായിട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സലാഡ്, കുറച്ച് സവോള, ക്യാപ്സിക്കം ഒരു ഹാഫ്, പിന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാംസോളം ചിക്കനുണ്ട്. അത് ഞാൻ ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പതുക്കെ ചിക്കൻ മാറിനേറ്റ് ചെയ്തത് ഇടുകയാണ്. ചിക്കൻ ഒന്ന് ജസ്റ്റ് എണ്ണയിൽ ഒന്ന് മൊരിയണം. കാരണം അന്നേരമാണ് അതിനൊരു ടേസ്റ്റ്. നമ്മൾ ഉടനെ മൂടി വെച്ചാൽ അത്ര ശരിയാവില്ല. ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞിട്ട് പിന്നെ നമുക്ക് മൂടി വെച്ച് കഴിക്കാം. ഇതൊക്കെ ലേശം ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഷാലോ ഫ്രൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സെൽസൊക്കെ ചുരുങ്ങിയിട്ട് അതിൻ്റെ പിങ്ക് കളറൊക്കെ മാറി വൈറ്റ് കളറിലേക്ക് വരുവാണ്. ഒരു നല്ലൊരു എന്താ പറയുക, ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഗാർലിക്കിൻ്റെയും പെപ്പറിൻ്റെയൊക്കെ ഒരു സ്മെല്ല്. എന്നാലും ഇച്ചിരി കൂടി ഇരിക്കട്ടെ. അതിൻ്റെ മറുവശവും കൂടെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആയിക്കോട്ടെ, ഫ്രൈ ആയിക്കോട്ടെ. ഫ്രൈ ആകും തോറും നല്ലതാണ്, നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കൂടി കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ഇങ്ങനെ പതുക്കെ ഫ്രൈ ആവുന്ന ഒരു സമയത്ത് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇത് നമ്മുടെ യോഗട്ട്. അത് നമുക്ക് ഏകദേശം ഒരു 2 to 3 സ്പൂൺസോളം എടുത്ത് നമുക്ക് ഇതിന് വേണ്ട ഒരു സോസ് ഉണ്ടാക്കണം. ശരിക്കും ഞങ്ങൾക്ക് ആദ്യം ഇതെന്ത് സോസാണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ഏകദേശം പിന്നെ പലതവണ മേടിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇത് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചില്ലി പൗഡറും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇതിനൊപ്പം നമുക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കണം, മയോനൈസ് ഇവിടെ ഉണ്ട്. മയോനൈസ് നമ്മളിവിടുന്ന് മേടിച്ചൊരു മയോനൈസാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന മയോനൈസാണെങ്കിലും ഉപയോഗിക്കാം. അത് ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഫുഡാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പം അത് ഉപയോഗിക്കുന്നില്ല, അത്ര മതി. അത് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി. പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു.
അങ്ങനെ നമ്മൾ മയോനൈസും ആ ഒരു തൈരിൻ്റെ മിക്സ്ചറും പിന്നെ നമ്മുടെ ചില്ലി പൗഡറും ഇത് മൂന്നിൻ്റെയും കൂടെ ഈ ഒരു മിക്സ്ചർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. കാരണം ഇതാണ് നമ്മുടെ ഒരു മെയിൻ സോസ് ഈ റാപ്പിൽ വെക്കേണ്ടത്. ഇവിടെ റെഡിയാക്കി വെക്കുക. നമുക്ക് ആ സമയത്ത് നമ്മുടെ ചിക്കൻ്റെ പരിപാടി ബാക്കി നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ ഇച്ചിരി ഒന്ന് ഷാലോ ഫ്രൈ കഴിഞ്ഞു ഏകദേശം. ഇനി അത് വേവുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്നൊരു അല്പനേരം മൂടി വെക്കാം. ഇനി നമ്മളിനി ഇത് കുറച്ച് നേരം ലിഡ് ക്ലോസ് ചെയ്ത് നമ്മളിതൊന്ന് വെക്കുകയാണ്. ജസ്റ്റ് ഒരു നന്നായിട്ടൊന്ന് കുക്കായി വരണം നമ്മുടെ ചിക്കൻ. അതിന് വേണ്ടി നമ്മളൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇതാക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ വെക്കുകയാണ്. കാരണം അതിൻ്റെ പല ഭാഗങ്ങളും പിന്നെയും താഴെയുള്ള ഭാഗങ്ങളൊക്കെ മേലേക്ക് വന്ന് മേലെയുള്ളതൊക്കെ താഴേക്ക് പോയി. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നു. പിന്നെ ഒരു ഇനി നമ്മൾ പതുക്കെ നമ്മുടെ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടുന്നു. ഏകദേശം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചില പീസൊക്കെ ഒന്ന് അല്ലേ നിറം മാറാനുണ്ടെന്ന് തോന്നും വേവാൻ. ഇത് അതിൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ ഇപ്പോഴും നിൽക്കുന്നു. ഒരു 5 മിനിറ്റ് കൂടെ വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത പാട്ട് നമ്മൾ പതുക്കെ നമ്മുടെ ഒനിയൻ ചേർക്കുന്നു. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് തുറന്ന് വെച്ച് ചെയ്യാം. ഈ സവോള നമുക്ക് നല്ല രീതിയിലൊന്ന് ഒരു മയമാവണം. നമ്മളിപ്പം കണ്ടോ ഇതിങ്ങനെ കടിക്കുമ്പം ഒരു ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവണം. അതിനുവേണ്ടി ഞാനൊന്ന് ഇച്ചിരി മിക്സ് ചെയ്യുവാണ്. ഇതിന് ഈ ഒരു പാകമാവുന്ന ഒരു സമയത്ത് ഒരു നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്ന റാപ്പിനൊന്ന് പരിചയപ്പെടുത്താം. അതായത് നമ്മളിതിനു വേണ്ടി മേടിച്ചിരിക്കുന്ന റാപ്പ് ഇതാണ്. സീഡഡ് ടോർട്ടില്ല റാപ്സാണ്. ഇത് സീഡ് ഇല്ലാത്തത് വാങ്ങാൻ കിട്ടും. ഇത് സീഡഡ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് ഈ ഫ്ലാക്സ് സീഡും സെസാമി സീഡും അങ്ങനെ കുറച്ചൊക്കെ നല്ല സീഡ്സൊക്കെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. ഇതിനകത്തൊരു 8 പീസോളം ഉണ്ട്. അപ്പോൾ നമുക്ക് 8 റാപ്പ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നാട്ടിൽ നമുക്ക് ഇത് ഇൻ കേസ് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റാപ്പ് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. ചപ്പാത്തി മേടിച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളൊരു തവണ അത് ട്രൈ ചെയ്താണ്. ചപ്പാത്തി വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയതാണ്. നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. പിന്നെ നല്ലൊരു ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമുക്ക് നന്നായിട്ട് കഴിച്ചിട്ട് ഈവനിങ് ആയിട്ടും പിന്നെ മോർണിംഗ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഇതാണ്. ഓഫീസിലേക്കും ഒക്കെ പോകുമ്പോൾ കൊടുത്തു വിടാനും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഡിഷാണ്. ഇത് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പം നമ്മുടെ ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ ഇട്ട ഒനിയനൊക്കെ ഏകദേശം ഒരു സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ക്യാപ്സിക്കമാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണ്. നമ്മളങ്ങനെ ക്യാപ്സിക്കം ആഡ് ചെയ്തു. ക്യാപ്സിക്കം ഒരു 1 to 2 മിനിറ്റ്സ് മാക്സിമം ഒന്ന് ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. 1 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഒന്ന് ചെയ്യുക. കാരണം അതിൻ്റെ ഒരു പച്ചപ്പ് ഉള്ളത് നല്ലതാണ്. നമുക്കത് കടിക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഈ ചിക്കൻ്റെ നമ്മൾ വാങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ലേശം അതിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം നമ്മൾ അതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന ടൊമാറ്റോ കെച്ചപ്പാണ്. അതിന് വേണ്ടി ഇവിടെ ഇവർ പെപ്രിക്ക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവർക്ക് റെഡ് കളറിൽ. അതിനൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. എന്നാൽ അതിന് ഇതുമില്ല. നമുക്ക് ഒട്ടും എരിവില്ലാത്ത ഒരു ഇതാണ്. അപ്പം എന്നാൽ അത്യാവശ്യം അവർക്ക് കളർ കിട്ടുകയും ചെയ്യും. പിന്നെ അവർ ഈ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവർ ചെയ്യുന്നത് ഇച്ചിരി ഹോട്ട് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇവർ സ്വീറ്റ് ചില്ലിയാണ് ചേർക്കുന്നത്. നമുക്കിപ്പം ഇച്ചിരി മധുരം ആവശ്യമുള്ളതുകൊണ്ട് ഇച്ചിരി ഇത് ആവശ്യമുള്ള നമ്മുടെ എരിവ് തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഹോട്ട് ചില്ലി ചേർക്കുന്നത്. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ ഉപയോഗിക്കുമ്പം വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് ഉപയോഗിക്കും. ഇപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയൊക്കെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ
ലെറ്റ്യൂസ് ഇടുന്നതാണ്. നമ്മുടെ ഇല നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇല ഇടുന്ന സ്റ്റേജാണ് ഇനി ലാസ്റ്റ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അടുത്ത ഇത് ഓണാക്കാം. നമുക്ക് അടുത്ത അടുപ്പ് ഓണാക്കാം. ഇത് നമുക്ക് റാപ്പ് ചൂടാക്കാനുള്ളതാണ്. ഇതിൻ്റെ നമുക്ക് ലെറ്റ്യൂസ് ഇട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ലെറ്റ്യൂസ് ഈ ഒരു ചൂടിനായിക്കോളും. പെട്ടെന്ന് തന്നെ ഇലയാണല്ലോ, പെട്ടെന്ന് തന്നെ അത് വാടിക്കോളും. ലെറ്റ്യൂസ് ശരിക്കും നമുക്കൊരു ഇച്ചിരി പച്ചക്കാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ ഇച്ചിരി ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ. ഇൻ കേസ് വല്ല ഉണ്ടെങ്കിൽ കുഞ്ഞിനൊക്കെ കൊടുക്കുന്നുണ്ട് മാത്രം. നമുക്കത് ഈ ഒരു പരുവത്തിലാണ് ശരിക്കും നമുക്ക് ആ റാപ്പിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാണല്ലോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഈ ഇതങ്ങ് ഇല അങ്ങ് വാടും. നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. നമുക്ക് ഈ സമയത്ത് നമ്മുടെ അടുത്ത ആൾ റെഡി ആയിട്ടുണ്ട് അവിടെ. അപ്പം നമുക്കിനി ഓരോന്നും ചൂടാക്കിയെടുക്കണം. ഓരോ എന്തായിരുന്നു ടോർട്ടില്ല റാപ്സും നമ്മൾ ചൂടാക്കിയെടുക്കുകയാണ്. ചൂടാക്കിയെടുക്കുമ്പം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. അപ്പം നമുക്കൊരു മയമൊക്കെ കിട്ടും ഇതിന്. ശരിക്കും നമുക്കൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യാനും ഒക്കെ ആയിട്ടൊരു ഇത് കിട്ടും. ഒരു ഈസിനെസ് ഫീൽ ചെയ്യും. അതിനുവേണ്ടി ഞാനൊരു ലേശം ബട്ടർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ബട്ടറിൻ്റെ ഒരു സോൾട്ടഡ് സ്വീറ്റ് ക്രീം ബട്ടറാണ്. ഇതിന് ഞാൻ ഹാഫോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുകയാണ്. കുറച്ച് മതി, നമുക്ക് ഒരുപാട് വേണം. നമ്മളിപ്പോൾ നൈറ്റിലേക്ക് കഴിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ഒരുപാട് ഹൈ ആക്കുന്നില്ല. ഹെവി ഫുഡായിപ്പോൾ ഹെവിയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി ഹെവിയാണ്. അവിടെ കഴിച്ച ഉടനെ കിടക്കണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ കിടക്കാം. ഒരു നടപ്പൊക്കെ നടന്ന് ശേഷം കിടക്കാം. ഇനിയിപ്പം ഒരു 6:30-7 മണിയൊക്കെ കഴിക്കുക. ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ രാത്രി 10 മണിയായി. ഞങ്ങൾ ഇച്ചിരി വീഡിയോയുടെയൊക്കെ പുറകെ പോയതുകൊണ്ട് ഇച്ചിരി സമയമെടുത്തു. ഇനി നമുക്ക് വേഗം തന്നെ നമ്മൾ റാപ്പ് ഇപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന പാടെ തന്നെ നമ്മൾ റാപ്പാക്കുവാണ്. അത് നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ്, ചില്ലി പൗഡറിൻ്റെയും നമ്മുടെ യോഗട്ടിൻ്റെയും പിന്നെ മയോനൈസിൻ്റെയും പിന്നെ ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ലേശം സ്വീറ്റ് ചില്ലി ചേർക്കുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും മതി. ഇല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത് ഇതാണെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സോസും പ്ലസ് ഒരു ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. ശരി, ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സോസ് പ്ലസ് പിന്നെ ഞാൻ കുറച്ച് ഒരു സ്വീറ്റ് ചില്ലി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് ടൊമാറ്റോ കുറച്ചും കൂടെ ഒന്ന് ചേർക്കാം, ലേശം. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. ശരിക്കും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഇത്രയും ചേർക്കാറില്ല, വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഈ ഒരു ടേസ്റ്റ് ശരിക്കും അവർ വാങ്ങുന്നിടത്തുനിന്ന് നമ്മൾ ശരിക്കും നമ്മൾ ഒരു റാപ്പൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. കാരണം അവർ അതിന് മാത്രം ഫില്ലിങ് വെക്കും. ഞാനിപ്പം എനിക്ക് 8 റാപ്പ് തന്നെ തയ്ക്കാനുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നുള്ളൂ. പിന്നെ അപ്പം ഈ ഇത്രയും ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ശരിക്കും നമുക്ക് വീട്ടിലൊക്കെ ആണല്ലോ, അപ്പം ഈ റാപ്പും ഉള്ളിൽ ചെല്ലും. അപ്പം നമുക്ക് ഒരു ഇതാവും, അല്ലെങ്കിൽ ഇതിനത്രയും റാപ്പ് വേസ്റ്റ് ആവുമല്ലോ. പിന്നെ ഇങ്ങനെ നമ്മളത് മടക്കി ഉള്ളിലേക്ക്, അതിന് ശേഷം ഇങ്ങനെ ചെയ്തു ഈ ഒരു പോർഷനിലേക്ക് ഒരല്പം ഇത് ചേർക്കുന്നു. അപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ ഇവിടെ. ഇങ്ങനെയാണ് റാപ്പ്. ഇനി നമുക്ക് വേണമെങ്കിലുള്ളൊരു നല്ല എന്താ പറയുക ഒരു പേപ്പർ കവറിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അത് പിടിച്ച് വെച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ തന്നെ ഞാൻ ബാക്കിയുള്ള റാപ്പും ചെയ്തെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ അടുത്ത റാപ്പ് ഇത് കുഞ്ഞിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹോട്ട് ചില്ലിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഒരു സ്വീറ്റ് ചില്ലി അവന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ലേശം ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. അത്രേ ഉള്ളൂ. ഇനി ബാക്കി നമ്മൾ ഇതും വെച്ച് കുഞ്ഞിന് കൊടുക്കും. നമ്മുടേതിന് നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഹോട്ട് ചില്ലിയോ ടൊമാറ്റോ സോസോ ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ചേർക്കാം. അവന് പൊതുവേ ഇപ്പം ഇവിടുത്തെ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഇവിടുത്തെ ആഹാരമൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവന് എരിവില്ലാത്തതിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ കൊടുക്കുന്നു. കുഞ്ഞിന് കൊടുക്കാൻ ഉള്ളതായി. പറയത്തില്ല. എങ്ങനെയുണ്ട് ആദൂട്ടാ? നല്ലതാണോ റാപ്പ്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പറ, സൂപ്പറാന്ന് പറ. മിടുക്കൻ ആണോ? അത്ര ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? എന്നാൽ കഴിച്ചോ, മുഴുവൻ കഴിക്കണേ, ഒന്നും കളയല്ലോ കേട്ടോ. മിടുക്കൻ.
അങ്ങനെ നമ്മൾ 8 റാപ്പും ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചാൽ മതി. വൈകിട്ടത്തേക്കുള്ളതായി. കണ്ടോ, കറക്റ്റായിരുന്നു. എനിക്ക് എൻ്റെ മിക്സൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ ഈ ഇത്രയും തന്നെ ഒരു 3-4 സ്പൂൺസ് കേടിനകത്തൊക്കെ റെഡിയാക്കിയാൽ മതി ഇതിൻ്റെ മിക്സ്. നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവമാണ്, എന്നാലും ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ അല്ലാത്തൊരു ചപ്പാത്തി കൊണ്ടാണെങ്കിലും ഇതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.